ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദം ഓരോ ദിവസവും പുതിയ പുതിയ ഘട്ടത്തിലേക്ക് കടക്കുക. ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ, മുൻ ദേവസ്വം വകുപ്പിൻ്റെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ വലിച്ചിഴക്കപ്പെടുന്നു. കാരണം ദേവസ്വം മന്ത്രി അറിയാതെ അത് നടക്കില്ല, ദേവസ്വത്തിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയാതെ നടക്കില്ല, അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ സുനിൽകുമാർ എന്ന് പറഞ്ഞ ഒരാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കീഴ്ശാന്തിമാരായിട്ട് അല്ലെ അവരുടെ സഹായിമാരായിട്ട് വരുന്നതൊക്കെ രാഷ്ട്രീയ പിന്തുണയിൽ ചില ആളുകളാണ്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുകച്ചവടമായിരിക്കില്ലേ ഇത്? അല്ല, അതിന് സംശയമൊന്നുമില്ല. കാരണം എനിക്ക് തോന്നിയത് ഈ കടകംപള്ളി സുരേന്ദ്രന് ബന്ധമുണ്ടാവാൻ ഒരുപാട് സാധ്യതയുണ്ട്. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ബസന്ത് കുമാർ, ഇതിന് ദേവസ്വം ബോർഡിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. അതെ. അപ്പോൾ ഈ മോഷണത്തിൽ പങ്ക് കടകംപള്ളിക്ക് ഉണ്ടാവാൻ ഉള്ള ചാൻസാണ് വളരെ കൂടുതൽ. കടകംപള്ളിക്ക് മാത്രമല്ല, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ഉണ്ട്, ആദ്യകാലത്ത് പത്മകുമാർ ഉണ്ടായിരുന്നു, അതിന് ശേഷം വേറെ ആള് വന്നിരുന്നു, വാസു വന്നിരുന്നു. ദേവസ്വം ബോർഡിന്റെ കമ്മീഷണർ എന്തൊക്കെയായിരുന്നു വാസു. ഈ വാസു അതിന് ശേഷം പിന്നെയാണെന്നാണ് ഇപ്പോഴത്തെ കക്ഷി വന്നത്. ഈ പറഞ്ഞ എല്ലാ ഉടായ്പകൾക്ക് ഇക്കാര്യത്തിൽ പങ്കുണ്ടാവാം. കാരണം ഇവരെല്ലാവരും ഒരു കൂട്ടുകൃഷിയാണ്. ഈ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ കടകംപള്ളി സുരേന്ദ്രൻ തുടങ്ങിയിട്ട് മറ്റുള്ളവരെ സംബന്ധിച്ചൊന്നും ഇവിടുത്തെ ദേവസ്വം വകുപ്പിന്റെ മന്ത്രി ഇപ്പൊ രാധാകൃഷ്ണനാണെങ്കിലും കൊള്ളാം, ഇപ്പോഴത്തെ മന്ത്രി വാസവനായാലും കൊള്ളാം, പിന്നെ വേറെ ഒരു കക്ഷിയൊക്കെ ഉണ്ടായിരുന്നു. ഈ പറയുന്നവർക്ക് ആർക്കും വിശ്വാസമില്ല. ഇവര് അമ്പലത്തിൽ പോകുന്നത് തൊഴാൻ വേണ്ടിയിട്ടല്ലോ. ഇവരവിടെ ശബരിമലയിൽ പോയിട്ട് അവിടെ ശബരിമല നട തുറക്കുന്ന സമയത്ത് ബാക്കി എല്ലാ ഭക്തന്മാരും അവിടെ കൈകൾ കുപ്പിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് മിക്കവാറും മന്ത്രിമാർ നോക്കുന്ന അവിടുത്തെ സ്വർണത്തിലാ. മന്ത്രിമാരുടെ ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെയും കടകംപള്ളി സുരേന്ദ്രന്റെയും രാധാകൃഷ്ണന്റെയും ഈ പറയുന്ന എല്ലാ മന്ത്രിമാരുടെയും ശ്രദ്ധ ഉണ്ടായിരുന്നത് ഇവരാരും ഭഗവാനെ അല്ല നോക്കിയത്, ആ ഭഗവാന്റെ വാതിലാണ് ഇവർ നോക്കിയത്. ആ വാതിലിന്റെ രണ്ട് വശത്തിരിക്കുന്ന ദ്വാരപാലന്മാരാണ് ഇവർ നോക്കിയത്. അവിടുത്തെ സ്വർണ്ണം എങ്ങനെ അടിച്ചു മാറ്റാമെന്ന് ഇവർ നോക്കിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.